എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആമമോതിരം. ഇതിനെപ്പറ്റി ഒത്തിരി പേര് സംശയം ചോദിക്കുകയുണ്ടായി. അത് ഏത് വിരലിലാണ് ധരിക്കേണ്ടത്, നമുക്ക് നേരെയാണോ അതോ നമുക്ക് വിപരീതമായിട്ടാണോ ആമമോതിരത്തിൻ്റെ ആമയുടെ തല വരേണ്ടത്, ശിരസ് വരേണ്ടത്, അങ്ങനെ കുറേ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആമമോതിരത്തെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം എന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആമമോതിരം എന്തിനാണ് ധരിക്കേണ്ടത്, ഇല്ലെങ്കിൽ ആമമോതിരത്തിൻ്റെ പ്രസക്തി എന്തിനാണ് വന്നതെന്ന് നോക്കാം. വിഷ്ണുവിൻ്റെ അവതാരത്തിലൊന്നാണ്, കൂർമ്മ അവതാരത്തിൻ്റെ പ്രതീകമാണ് ആമമോതിരം. അപ്പോൾ നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിലല്ല എല്ലാ ക്ഷേത്രത്തിലേക്കും ചെല്ലുമ്പം ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് ഏറ്റവും ആദ്യം വലിയൊരു വിളക്ക്, കമ്പവിളക്കായിട്ട് വെച്ചിട്ടുണ്ട്. ആ വിളക്കിൻ്റെ ചുവട്ടിൽ ഒരു ആമേനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആമയുടെ രൂപത്തിൻ്റെ മുകളിലാണ് ആ വിളക്ക് വന്നിരിക്കുന്നത്. ഈ ആമയ്ക്ക് മാത്രം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്തെങ്കിലും നെഗറ്റീവ് ഇല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ, ഇല്ലെങ്കിൽ എന്തൊരു അനക്കം വന്നാലും അതിൻ്റെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള അതിൻ്റെ 4 കാലും ഒരു ശിരസ് പെട്ടെന്നാണ് അത് ഉള്ളിലേക്ക് വലിക്കുന്നത്. അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, നമ്മുടെ ചിന്തകളേക്കും നമ്മുടെ പ്രവൃത്തികളും മറ്റും നമുക്ക് നെഗറ്റീവായ വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അപകടകരമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ പെട്ടെന്ന് ഉൾവലിച്ച് പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രതീകമാണ് ഈ ആമയുടെ ചിഹ്നം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പം കാമ, ക്രോധ, ലോഹ, മോഹാദികൾ നമ്മുടെ മനസ്സിൽ നിന്ന് വെടിഞ്ഞ് സ്ഥിതപ്രജ്ഞരായി ക്ഷേത്ര ദർശനം നടത്തണം. അതിൻ്റെ ഒരു സൂചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ആമയുടെ ഒരു പ്രതീകം. അത് ഏത് ദേവന്, ആ മൂർത്തിക്ക്, പ്രധാന മൂർത്തിക്ക് നേരെയായിരിക്കും ആമയുടെ ശിരോഭാഗം വരാറുള്ളത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ളൊരു ചിഹ്നം തന്നെയാണ് ആമയുടെ മോതിരം. അത് ഈ ഒരു കുറച്ച് കാലം കൊണ്ടാണ് അത് വളരെ പ്രചാരത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ആമമോതിരത്തെ ദർശിക്കുമ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് എന്ന് കരുതി നമ്മൾ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു തലമുറയാകണം എന്നല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയെല്ലാം നമ്മുടെ അധീനതയിലായിരിക്കണം എന്നൊരു സൂചനയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ പെട്ടെന്ന് മാറിപ്പോകാൻ നമുക്ക് സാധിക്കണം. ഇപ്പം എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകളൊക്കെ നടത്തുന്നവർ ആ ധനച്ചെലവിൽ നിന്നൊക്കെ മാറാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് സൂചിപ്പിക്കാനായിട്ട് കൂടി ഈ പ്രതീകാത്മകമായ ചിഹ്നം സ്വീകരിക്കാം. അപ്പോൾ ഈ ആമമോതിരം എന്തിനു വേണ്ടി ധരിച്ചാൽ നമുക്ക് പ്രയോജനത്തിൽ എന്ത് കാര്യത്തിനൊക്കെയാണ് ഗുണപ്പെടുക എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും നമ്മുടെ മനോനിയന്ത്രണം, അതുപോലെ തന്നെ സ്ഥിരതക്കുറവ്, ആത്മബലം വർദ്ധിക്കുന്നതിന്, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക്, കണ്ടകശനി ദോഷശാന്തിക്ക്, വീട്ടിലെ കലഹങ്ങൾ മാറുന്നതിനും, വീട്ടിലെ വാസ്തുദോഷ പരിഹാരം, നമ്മളിലെ ചിന്തകളിലും പ്രവൃത്തികളിലെ നെഗറ്റീവുകൾ മാറുന്നതിന്, ജാതകത്തിലെ അസ്ഥിരത ഇല്ലെങ്കിൽ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ മാറുന്നതിന് ഈ ആമമോതിരം ധരിക്കാവുന്നതാണ്. അത് സ്ത്രീകൾ ഇടത്തെ കൈയിലും പുരുഷന്മാർ വലത്തെ കൈയിലുമാണ് ധരിക്കേണ്ടത്. അപ്പം അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ചൂണ്ടുവിരലിലാണ്, നമ്മുടെ പ്രധാന ചൂണ്ടുവിരലിലാണ് ആമയുടെ മോതിരം പറഞ്ഞിരിക്കുന്നത്. അപ്പം ശിരസ് നമ്മുടെ നേരെ ധരിക്കുന്നത് നമ്മളിലേക്ക് ധന ആകർഷണത്തിനും, അത് നമുക്ക് തന്നെ ആമയുടെ ദർശനം കിട്ടുന്നതിന്, അതുവഴി നമ്മുടെ ചിന്താശേഷിയെ അല്ലെങ്കിൽ ചിന്തകളെയൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരുന്നതിന് അങ്ങനെ ധരിക്കാം. അതുപോലെ തന്നെ ഇനി തിരിച്ച് ധരിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തിരിച്ച് ധരിച്ചാൽ അത് നമ്മളിലേക്ക് നെഗറ്റീവൊന്നും വരാതെ നമ്മളിലും നെഗറ്റീവൊക്കെ പോകുന്ന പ്രതീകമായിട്ട് തിരിച്ചും ധരിക്കാം. അത് കുറച്ചുകൂടി ഉത്തമമായിട്ട് നമുക്ക് അഭിമുഖമായിട്ട് ധരിക്കുന്നതായിരിക്കും കുറച്ച് അഭികാമ്യം. എല്ലാവരും അങ്ങനെയാണ് ധരിച്ചു വരുന്നത്. ഇത് 2 രീതിയിലും ധരിക്കാം. ശരിക്കും നമുക്ക് വരുന്ന ഈ ദൃഷ്ടിദോഷങ്ങൾ, വാഗ്ദോഷങ്ങൾ, ശത്രുദോഷങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പോകാനായിട്ട് അത് തിരിച്ച് പ്രതിരൂപമായിട്ട് ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ധന ആകർഷണത്തിനൊക്കെ ആയിട്ട് നമ്മളിലേക്ക് ധരിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഈ 2 രീതിയിലും ധരിക്കാം. ഒരു രീതിയിൽ ധരിച്ചാൽ ദോഷവും മറ്റൊരു രീതിയിൽ ധരിച്ചാൽ ഗുണവുമായിട്ട് ചിന്തിക്കേണ്ട. 2 രീതിയിലും ധരിച്ചാൽ ആമമോതിരം ധരിച്ചാൽ ഗുണം തന്നെയാണ്. ആ ആമമോതിരം വഴി അല്ലെങ്കിൽ ആമയുടെ പ്രതീകാത്മകമായ വഴി നമ്മുടെ ചിന്താധാരയെ ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നാണ് അതിൻ്റെ പ്രധാന ഘടകം. ആ ഭഗവാന്റെ ഒരു അവതാര രൂപം കൂടി ആയതുകൊണ്ട് അത് വളരെ ഭക്തിയോടുകൂടി വേണം ധരിക്കാനായിട്ട്. വെറുതെ ഒരു ഡിസൈനായിട്ടോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിനോ ഒക്കെ ധരിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുവായിട്ട് ഒരിക്കലും ആമമോതിരത്തെ കാണരുത്.
അത് വെള്ളിയിൽ തന്നെ, മറ്റു ഒരു ലോഹങ്ങളിലും ധരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല, ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളിയിൽ തന്നെ ആമമോതിരം പണിത് ഈ പറഞ്ഞ 2 വിരലിൽ, സ്ത്രീകൾ ഇടത്തെ കൈയുടെ ചൂണ്ടുവിരലിലും പുരുഷന്മാർ വലത്തെ കൈയുടെ ചൂണ്ടുവിരലിലും ധരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ആമമോതിരം എല്ലാവർക്കും ധരിക്കാവോ, ഇത് നക്ഷത്ര ദോഷങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാർക്ക് മാത്രമേ ധരിക്കാവുള്ളൂ എന്നൊരു സംശയം കൂടി നമുക്ക് വരും. എല്ലാ നക്ഷത്രക്കാർക്കും ധരിക്കാവുന്നതാണ്. ദോഷങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഗുണഫലത്തിന്, ഈ ദോഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടല്ല വഴിപാട് മറ്റു കാര്യങ്ങളും, ഗുണഫലത്തെ കിട്ടുന്നത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനും ആ ഗുണഫലം സ്ഥിരമായിരിക്കുന്നതിനൊക്കെയാണ് ഈ വഴിപാടും കാര്യങ്ങളും. അപ്പോൾ ആമമോതിരം ദോഷങ്ങൾ മാത്രമുള്ളവർക്കല്ല, എല്ലാവർക്കും ധരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ധരിക്കാമെങ്കിലും ചില നക്ഷത്രക്കാർ ഈ മോതിരം ധരിച്ചാൽ അവർക്ക് ഇരട്ടി ഫലമായിട്ട് വരുമെന്നാണ്. അതായത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് മകം, പൂരം, ഉത്രത്തി നക്ഷത്രക്കാർ, ചിങ്ങക്കൂറുകാർക്ക്, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർ ധരിച്ചാൽ വളരെ പ്രയോജനമാണ്. രോഹിണി നക്ഷത്രക്കാർ, രോഹിണി നക്ഷത്രത്തിലുള്ള സ്ത്രീ പുരുഷന്മാർ ആമമോതിരം ധരിക്കുന്നത് അവരുടെ മനോക്ലേശങ്ങൾ മാറാനും അവരുടെ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് പിടിവാശികളും മനോബലം കുറഞ്ഞിട്ടുള്ളവരൊക്കെ ആയിരിക്കും. അവരെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി മനസ്സിനിങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്ന സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക്, രോഹിണിക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ സ്വഭാവ രീതികൾ മാറുന്നതിനും മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി രോഹിണിക്കാർക്ക് പറയാം. അവരിങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നതിലുള്ള സംസാരവും പ്രവൃത്തികളും, അവർ കഴിഞ്ഞ കാര്യത്തെ ഇങ്ങനെ വിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതൊക്കെ ഒന്ന് മാറുന്നതിന് രോഹിണി നക്ഷത്രക്കാർ ഈ മോതിരം ധരിക്കുന്നത് നല്ലതാണ്. അത്തം നക്ഷത്രക്കാർ ഈ മോതിരം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർ നമ്മൾ പ്രശ്നത്തിൽ വരുമ്പോൾ പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു സ്ഥിരത വരാറില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അസ്ഥിരത കാര്യങ്ങളുള്ളവർക്കൊക്കെ ഈ മോതിരം ധരിക്കുന്നത് ഏറ്റവും ഗുണഫലമാണ്. അതുപോലെ തന്നെ എല്ലാ ആരായാലും ഈ മോതിരം ധരിക്കുമ്പോൾ പ്രധാനമായിട്ടും വ്യാഴാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ധരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. അതിൽ മോതിരം ധരിക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി ഓം നമോ നാരായണായ എന്ന് ജപിച്ച് ധരിക്കുന്നതോ, ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് മോതിരം പൂജിച്ച് ധരിക്കുന്നതോ ഉത്തമമായ ഫലത്തെ നൽകും. ഏത് കാര്യം ചെയ്താലും വിശ്വാസത്തോടു കൂടി ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആമമോതിരം ധരിക്കുമ്പോഴും ഓം നമോ നാരായണ എന്ന് 108 പ്രാവശ്യം ജപിക്കാൻ പറ്റിയ അത്രയും ഗുണമായി. അതല്ലെങ്കിൽ പോലും 25 പ്രാവശ്യമെങ്കിലും ജപിച്ചിട്ട് ഈ മോതിരം ധരിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പൂജിച്ചതിന് ശേഷം ധരിക്കുന്നതും ഗുണഫലത്തെ കൂട്ടുന്നതാണ്. അപ്പം എല്ലാ നക്ഷത്രക്കാർക്കും ആമമോതിരത്തെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ മാറി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നമസ്കാരം.